ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിന്ന് ഈ ഫ്രോക്ക് നൈറ്റി സ്റ്റിച്ചിങ് ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഞാനിതിൻ്റെ കട്ടിങ് കാണിച്ചായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണെന്ന് കാണിക്കുന്നത്. ഇതൊന്ന് ഞാൻ നെക്ക് അടിക്കാനുള്ള പീസ് ജോയിൻ്റ് ചെയ്തതാണ് കേട്ടോ. നമുക്ക് ബാലൻസ് പീസ് വന്നിരുന്നത് നെക്ക് അടിക്കാൻ വേണ്ടിയിട്ട് 2 പീസും കൂടി ജോയിൻ്റ് ചെയ്തിട്ട് നമ്മൾ നെക്ക് കട്ട് ചെയ്തതൊക്കെ കാണിച്ചിട്ടുണ്ട് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ. അതിൻ്റെ ഈ പീസിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ നെക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഈ നെക്ക് ഇങ്ങനെയൊക്കെ അടിക്കണത് ഇതിന് മുമ്പും ഒക്കെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് വിശദമായിട്ടൊന്നും കാണിക്കണില്ല. ഇത് നെയ്റ്റിയുടെ നെക്കൊക്കെ അടിക്കണ പോലെ തന്നെ ആണിത്. ഇത് ഫ്രോക്ക് നെയ്റ്റി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് വേറെ ഇതൊന്നുമില്ല. നമ്മൾ ഒരു പീസ് അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. എന്നിട്ട് നമുക്ക് അതിൻ്റെ എഡ്ജിൽ കൂടെ ഒരു അടിയും കൊടുത്തിട്ട് നമ്മൾ ഇത് ബാലൻസൊക്കെ ഉള്ളത് കട്ട് ചെയ്തൊക്കെ കളഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ 2-3 അടിപ്പ് ഫ്രണ്ട് നെക്കിൽ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ ഇവിടെ ഒരു 3 അടിപ്പ് അടിച്ചു കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് നെക്ക് അടിച്ചിട്ട് ഷോൾഡർ കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ബാക്ക് നെക്കാണിത്. ഞാനിത് കട്ട് ചെയ്ത് വെച്ചേക്കണതാണ്. ഒരുപാട് ലെങ്ത്തിലല്ല ബാക്ക് കട്ട് ചെയ്ത് വെച്ചേക്കണത്. അപ്പോൾ നമുക്കത് ക്രോസ് പീസ് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ബാക്കിൽ കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഫ്രണ്ട് നെക്ക് കൊടുത്ത പോലെ വേണമെങ്കിലും ചെയ്യാം, ക്രോസ് വെച്ചും ചെയ്യാം ബാക്ക്. നിങ്ങൾക്ക് ഏതാണ് എളുപ്പമെന്ന് വെച്ചാൽ അത് വെച്ച് ചെയ്യാം കേട്ടോ. ഞാനിത് ക്രോസിലാണ് ബാക്ക് ചെയ്തെടുക്കണേ കേട്ടോ. ഇപ്പോൾ ക്രോസിൽ വെച്ച് ചെയ്ത് നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും നമുക്ക്. അപ്പോൾ അത് ബാക്ക് ചെയ്യാണ്. ഇത് വെച്ചാൽ നമുക്ക് ടോപ്പ് പോലെ ചെയ്തെടുക്കാം. ടോപ്പ് പോലെ ഇടണമുണ്ട്. പിന്നെ ഇത് നെയ്റ്റി ആയിട്ട് ഉപയോഗിക്കാം. എന്തിനും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അടിയിൽ ഫ്ലീറ്റ് വന്നിട്ട് ചെയ്താൽ അപ്പോൾ കാണുമ്പോൾ ഒരു ലുക്കൊക്കെ ഉണ്ടാവും. സാധാ നെയ്റ്റി ഇടണേലും ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും ഇതിട്ടാൽ കേട്ടോ. അപ്പോൾ ഒരു നെയ്റ്റി പീസ് വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. ഞാനത് ബാക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നെയ്റ്റി പീസ് വെച്ച് ചെയ്ത് 3 മീറ്ററിൻ്റെ ഒരു നെയ്റ്റി പീസ് ഉണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഒരുപാട് സ്ലീവ് വർക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ എക്സ്ട്രാ തുണി എടുക്കേണ്ടി വരും കേട്ടോ. ഇതൊന്നിട്ട് ചെറിയ കൈ വന്നാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡറും ബാക്കും ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സ്ലീവ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് നൂലൊന്ന് പൊട്ടിപ്പോയിട്ടോ, അപ്പോൾ അത് ചെയ്യണം. ഇനി ബാക്ക് നമ്മൾ ക്രോസ് ചെയ്തത് പതിച്ചടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഒരുപാട് ചെയ്തതാണ്. ബാക്ക് അടിക്കുന്നതൊക്കെ ഇതിന് മുമ്പും കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് വിശദമായിട്ടൊക്കെ കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ, കാണിച്ചത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വന്നിട്ട് ഈ ഫ്രണ്ട് കുഴിച്ച് വെട്ടണതാണ് കേട്ടോ. ഷോൾഡറും ശരിയാക്കി ഫ്രണ്ടും കുഴിച്ച് വെട്ടി നമ്മൾ അതുപോലെ തന്നെ കൈയും കുഴിച്ച് വെട്ടി എടുത്തതാണ് കേട്ടോ. നമുക്ക് ഷോൾഡർ അല്ല സ്ലീവ് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടിയിലെ ഫ്ലീറ്റ് മാത്രമേ ഉള്ളൂ നെയ്റ്റിൽ നിന്ന് വ്യത്യാസമായിട്ട് വന്നത്. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ 4 പീസായിട്ടാണ് എടുത്തേക്കണത്. അടിയിൽ ജോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 പീസായിട്ടാണ് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ 4 പീസും ജോയിൻ്റ് ചെയ്തിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതൊക്കെ അടിച്ചൊക്കെ കഴിഞ്ഞിട്ട് അടിയിൽ ഫ്ലീറ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ കൈയൊക്കെ ജോയിൻ്റ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ ഒറ്റ അടിപ്പ് അടിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അളവിനനുസരിച്ച് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതിയില്ല. അപ്പോൾ നമുക്ക് അടിക്കാൻ എളുപ്പമുണ്ട്. പിന്നെ ഷേപ്പ് വരിക്കാനും ഒക്കെ എളുപ്പമുണ്ട് നമുക്ക് ഒറ്റ സ്റ്റിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അടുപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പീസ് 4 പീസ് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആദ്യം തന്നെ ഒന്നിച്ച് കൂട്ടിയടിച്ച് എടുക്കുകയാണ്. 4 പീസും കൂടി ഒന്നിച്ചുകൊണ്ട് കൂട്ടിയടിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഫ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്ത് വെച്ചടിക്കാം. അല്ലെങ്കിൽ വച്ചടിക്കുമ്പോൾ തന്നെ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിതിപ്പോൾ അടിക്കുമ്പോൾ തന്നെ ഫ്ലീറ്റ് ഇട്ട് കൊടുത്താണ് ചെയ്യണത് കേട്ടോ. ഫ്ലീറ്റ് അതുമ്പോൾ ജോയിൻറ്റ് ചെയ്യുന്നതോട് കൂടി തന്നെ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ 4 ഭാഗവും ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒരേ ജോയിൻറ്റിൻ്റെ ഭാഗം വരാൻ അതിൻ്റെ ഉള്ളിൽ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ പാകത്തിനാണ് ഇത് ചെയ്തെടുക്കണേ കേട്ടോ. അപ്പോൾ ഇതോടുകൂടി തന്നെ അങ്ങനെ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ്.
ഇതിപ്പോൾ വിശദമായിട്ടൊന്നും അറിയാനില്ല. പ്ലീറ്റ് അടിയിൽ മറ്റേ നെയ്റ്റിയുടെ അടിപോലെ തന്നെ അടിച്ചിട്ട് അടിയിൽ ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങാണ് നമുക്ക് വിശദമായിട്ട് അറിയേണ്ടത്. അത് ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഫ്ലീറ്റ് ഇട്ട് ഫുള്ളും ചുറ്റ് കുറവും ഈ ഫ്ലീറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പണി കഴിഞ്ഞു. ഇത് അടിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഇത് കഴിഞ്ഞിട്ടോ. ഇത് ഈസിയാണ്. ഇനി ഇതിൻ്റെ അടിഭാഗം കൂടി അടിച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനൊന്നും മറന്നു പോകരുത് കേട്ടോ. ഇതിൻ്റെ മേളിൽ കൂടെ ഒരു അടിപ്പും കൂടി അടിച്ചു കൊടുക്കാം. അപ്പോൾ അതെ അടിഭാഗം കൂടി മടക്കി അടിച്ച് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റിച്ചിങ് കഴിയുമ്പോൾ ലാസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ തന്നെ ഇതിൻ്റെ ലാസ്റ്റിലൊക്കെ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ. അറിയാൻ പാടില്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഒരുപാട് വലിയ പണിയൊന്നുമില്ല. നമ്മൾ നെയ്റ്റി അടിക്കാൻ അറിയാവുന്നവർക്ക് ഇത് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.